കൂട്ടുകാരെ, ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്മനീർ പൂവിനെ സ്നേഹിക്കുന്ന കുറേ അധികം കൂട്ടുകാരുണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിൽ പോയിട്ട് ഓണറിനോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു ചേട്ടാ, കുറേ ദിവസമായില്ലേ ഞാൻ വണ്ടി തന്നിട്ട്, ഒന്ന് നേരാക്കി തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഓണർ പറയാണ്, എൻ്റെ സച്ചി, ഞങ്ങളത് നേരാക്കാൻ നോക്കാതെ അല്ല, കുറേ ആയി ശ്രമിക്കുന്നു. പോലീസുകാർ നല്ല രീതിയിലുള്ള പണി സച്ചിനിട്ട് തന്നിട്ടുണ്ട്. വണ്ടിയിൽ അവിടെ തൊടുമ്പോൾ മറ്റേത് കേടാവും, മറ്റേത് ശരിയാക്കുമ്പോൾ ഇത് കേടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ സച്ചി എന്ന് ചോദിക്കണം. സച്ചി തല താത്തിയിട്ട് പറയണേ, എൻ്റെ പൊന്നു ചേട്ടാ, ആകെ മൊത്തം പെട്ടിരിക്കുകയാണ്. വണ്ടി കിട്ടിയാലേ നമുക്ക് അടവൊക്കെ ശരിയായിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ. ഫൈനാൻസുകാർ ഇങ്ങനെ എന്നെ പൊറുതി മുട്ടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. സച്ചിനാകെ ടെൻഷനാണ്. കാരണം എന്താ പറഞ്ഞാൽ രേവതി ആയിട്ടുള്ള ഇഷ്യൂസും കൂടി കൂടുതൽ പുള്ളിക്കാരൻ്റെ ഡിപ്രഷനായിട്ട് ബാറിലൊക്കെ പോയിട്ട് മദ്യപിച്ചു. എത്രയൊക്കെ തന്നെ ആണെങ്കിലും ഭാര്യേനെ ഇങ്ങനെ കൈ പൊക്കിയിട്ട് തല്ലാൻ ഓങ്ങിയത് അത് തീരെ അങ്ങോട്ട് ശരിയായിട്ടില്ല. രേവതി അതിനും മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? സച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പാവൻ രേവതി ഇങ്ങനെ കണ്ണുനീരിലിങ്ങനെ ഒലിച്ച് നടക്കുകയാണ്. അത്രയും മാത്രം സങ്കടമുണ്ട് പുള്ളിക്കാരിക്ക്. സച്ചിക്ക് രേവതിയെ പോലെ ഒരു പെണ്ണിന് കിട്ടുമോ? മഷി ഇട്ട് നോക്കിയാൽ കിട്ടില്ല. അത്ര നല്ലൊരു കുട്ടിയാണ്. ആ ഒരു കുട്ടീനെയാണ് സച്ചി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് സച്ചിൻ്റെ അമ്മയുടെ വക ആട്ടുംതുപ്പ് വേറെ ഉണ്ട്. ആ പെണ്ണൊരുത്തിയാണെങ്കിൽ ഏത് നേരവും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചന്ദ്രമതിയുടെ കേസാണ് ഞാൻ പറയണത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ആൻറ്റി അവിടെ പൂ കോർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് വരികയാണ് സിറ്റൗട്ടിൽ വരുമ്പോൾ ഈ രംഗം കാണാണ് പൂ കോർക്കണത്. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പറയണം, ഈ മാല പാതിയിൽ കെട്ടിയിട്ട് നിർത്തിയ പോലെയാണ് ഇപ്പം എൻ്റെ ഒരു ജീവിതം, ആകെ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയണം, മോള് കരയല്ലേ, അപ്പോൾ ശരിയാവും. ഇന്നില്ലെങ്കിൽ നാളെ ദൈവം മോൾക്ക് നല്ലത് വരുത്തും, സച്ചിക്ക് നല്ല ചിന്താഗതി കൊടുക്കും, നിൻ്റെ കണ്ണുനീര് സച്ചി ഒപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് മകളെ ആശ്വസിപ്പിക്കുകയാണ്. എത്ര ആശ്വസിച്ചാലും ഈ മക്കളുടെ മനസ്സിലെ സങ്കടം അത് മായില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, അത്രമാത്രം ചവിട്ടി താത്തുണ്ട് സച്ചിക്ക് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ സച്ചിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ രേവതി അങ്ങനെ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഈ എടുത്ത് ചാടിയിട്ടുള്ള ദേഷ്യപ്പെടൽ അത്ര നല്ലതിനല്ല. സംഭവം സീരിയലാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതൊരു തിരിച്ചറിവാണ്, നമുക്കൊരു അറിവാണ് തരുന്നത്. സച്ചിക്ക് എത്രമാത്രം സ്നേഹമുണ്ട് നമുക്കറിയാം. പക്ഷേ രേവതിക്ക് അത് ഫീൽ ചെയ്യില്ല, നല്ല രീതിയിൽ ഫീൽ ചെയ്യില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വലിയൊരു റിവ്യൂ പറയുന്ന ആളല്ല, ഞാനൊരു പച്ചയായ ഒരു റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തായാലും സുധി വർക്ക്ഷോപ്പിലേക്ക് സുധി സെയിൽസ്മാനായിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. അവിടെ പോയിട്ട് നല്ല രീതിയാണ്. പുള്ളി MD-യുടെ കസേരയാണ് ആഗ്രഹിക്കുന്നത്. അത് അവിടുത്തെ ഓണർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഓണർ പറയുന്നുണ്ട്, കുട്ടിക്കാലം തൊട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ മോനും അതേപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ തുടക്കത്തിൽ തന്നെ MD കസേരയ്ക്ക് മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരു പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാം. ഓക്കെ.